ഞങ്ങളുടെ കഴകപ്രവൃത്തിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ മാലകള് ഇപ്പൊ ഭക്തന്മാര് റെസിപ്റ്റ് ആക്കുന്ന പല സെക്ഷൻ മാലകളുണ്ടല്ലോ. ഉണ്ടമാല, തിരുമുടിമാല, നിറമാല, പിന്നെ അതുപോലെ പുഷ്പാഞ്ജലിക്കുള്ള പൂക്കള്, അങ്ങനെയെല്ലാം ഞങ്ങള് അത് നന്നാക്കി റെഡിയാക്കിയിട്ട് എണ്ണം അവിടെ കൊടുക്കണം. ഇപ്പൊ 100 ഉണ്ടമാല അവിടെ റെസിപ്റ്റ് ആണെങ്കിൽ 100 ഉണ്ടമാല അവിടെ നട തുറക്കുമ്പോ വൈകുന്നേരം 3:30 നട തുറക്കുമ്പോ അവിടെ എണ്ണി കൊടുക്കണം. അതാണ് അവിടുത്തെ നിയമം. അത് അനുസരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. അത് ഗുരുവായൂരപ്പന്റെ ഒറ്റ കഴിവാണ്. അല്ലാതെ ഒരാൾ വിചാരിച്ചാലൊന്നും ഇതൊന്നും നടക്കില്ല. എല്ലാവരും കൂടിയിട്ട്, കുടുംബത്തിലെ എല്ലാവരും കൂടിയിട്ടാണ് എല്ലാ കുടുംബത്തിലും ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. ഞങ്ങള് അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ കല്യാണമൊക്കെ ഇപ്പൊ ഓൺലൈൻ കൂടി വന്നതിപ്പോ വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ല, വളരെ അധികമായിട്ട് വരും. നമുക്ക് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അവിടെ വരും. ഇപ്പൊ 100 കല്യാണം എന്ന് പറഞ്ഞാൽ 200 മാല നമ്മൾ റെഡിയാക്കണം. എന്നിട്ട് അവിടെ കൊണ്ടുവെക്കണം. രാവിലെ 5 മണിയാകുമ്പോഴേക്കും മാല അവിടെ എത്തിക്കണം. കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ 4:30 തൊട്ട് നടക്കും അവിടെ. അപ്പോ അവര് മണ്ഡപത്തിൽ കയറുമ്പോ മാല വേണമല്ലോ. ഭഗവാന്റെ തുളസിമാല എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യമായിട്ടുള്ള ഒരു ഇതാണ്. ഓരോരുത്തരുടെയും ജീവിതം തുടങ്ങുമ്പോഴുള്ള ഒരു എന്താ പറയാ, അത്രയും പുണ്യപ്രവൃത്തി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അതിന്റെ എല്ലാ ഗൗരവവും കണക്കിലെടുത്ത് അത്രയും ശുദ്ധിയോടും മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. വേറെ ജോലികൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ കുടുംബത്തിലും ഉണ്ടാവും വേറെ. കാരണം ഇതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കടമകൾ ഞങ്ങൾ അവിടെ ചെയ്യുന്നു. അതിനുള്ള കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു. വേറെ ജോലികൾ, ബാക്കിയുള്ള സമയം വേറെ ജോലികളും ചെയ്യും. അങ്ങനെയാണ് എല്ലാ ആൾക്കാരും